ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പഠിക്കാൻ പോകുന്നത് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ. ഇത് കേട്ടറ്റ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസ് സിലബസ് അനുസരിച്ച് പോകുന്നൊരു ക്ലാസ്സാണ്. അപ്പം ഇത് 2 വീഡിയോസ് റിപ്ലിക്കേഷനും അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ മാത്രമേ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷനിൽ മോഡിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. The mRNA molecule that is formed after transcription is known as precursor mRNA. mRNA molecule എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? ഫ്രം ദ DNA ടെംപ്ലേറ്റ്. ആ ഫോം ചെയ്ത ആ mRNA പറയുന്ന പേരാണ് precursor mRNA എന്ന് പറയും. In eukaryotes, before entering into the cytoplasm, the pre-RNA must undergo post-transcriptional modification. സൈറ്റോപ്ലാസത്തിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പിൽ പ്രീ mRNA പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ നടത്തും. അപ്പം എന്തൊക്കെയാണ് ഈ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ദേ ആർ ക്യാപ്പിംഗ്, പോളിഅഡിനിലേഷൻ ആൻഡ് സ്പ്ലൈസിംഗ്. അപ്പം ദ ഇവൻറ്റ് ഇൻ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ ആർ ക്യാപ്പിംഗ്, പോളിഅഡിനിലേഷൻ ആൻഡ് സ്പ്ലൈസിംഗ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് നിങ്ങൾ ആ ടേംസ് ഓർത്ത് വെക്കുക. ഫസ്റ്റ് ക്യാപ്പിംഗ്, സെക്കൻഡ് പോളിഅഡിനിലേഷൻ ആൻഡ് സ്പ്ലൈസിംഗ്. The enzyme involved in post-transcriptional modification is spliceosomes എന്ന് പറയും. അപ്പോൾ ഏതൊരു എൻസൈമാണോ ഈ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നത്, ഇതിന് പറയുന്ന പേരാണ് സ്പ്ലൈസോസോംസ്. ഇതാണ് നമ്മുടെ പ്രൈമറി RNA ട്രാൻസ്ക്രിപ്റ്റ്. ജസ്റ്റ് DNA ടെംപ്ലേറ്റിൽ നിന്ന് ഫോം ചെയ്ത RNA ആണ് ഇത്. പ്രിക്കോസർ mRNA, പ്രൈമറി RNA ട്രാൻസ്ക്രിപ്റ്റ്. അപ്പം ഈ RNAയിൽ നമുക്ക് ഇവിടെ എക്സോൺസും ഉണ്ട്, അതുപോലെ തന്നെ ഇൻട്രോൺസും ഉണ്ട്. എന്താണ് ഈ എക്സോൺസ്? ദോസ് റീജിയൻ ദാറ്റ് കോഡ് ഫോർ പ്രോട്ടീൻസ് ഇറ്റ് ഈസ് കോൾഡ് എക്സോൺസ്, ആൻഡ് ദോസ് റീജിയൻ ദാറ്റ് ഡു നോട്ട് കോഡ് ഫോർ പ്രോട്ടീൻസ് ആർ കോൾഡ് ഇൻട്രോൺസ്. ഇവിടെ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതായത് mRNA ട്രാൻസ്ക്രിപ്റ്റ് ഇൻ വിച്ച് കോഡ് ഫോർ പ്രോട്ടീൻസ്. ഇപ്പോൾ പറയാം എക്സോൺസ്. വി ഡു നോട്ട് കോഡ് ഫോർ പ്രോട്ടീൻസ് ആണെങ്കിൽ ദേ ആർ കോൾഡ് ഇൻട്രോൺസ്. അപ്പോൾ RNA പ്രോസസ്സിങ്ങിൻ്റെ ആ ടൈമിൽ ഇൻട്രോൺ ഷുഡ് ബി റിമൂവ്ഡ്. ഇൻട്രോൺസിനെ റിമൂവ് ചെയ്യണം. എന്നിട്ടോ ഈ എക്സോൺസിനെ ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇത്തരം പ്രോസസ്സെല്ലാം നടക്കുന്നതിനാണ് നമ്മൾ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ക്യാപ്പിംഗ്, പിന്നെ പോളി അഡിനിലേഷൻ ആൻഡ് ജോയിനിങ് ഓഫ് ദ എക്സോൺസ്. ഓക്കെ. അപ്പോൾ ഇവിടെ ക്യാപ്പിംഗ് മീൻസ് ഇറ്റ് ഈസ് സീൻ ഇൻ ദ 5' end ആൻഡ് ടെയിലിംഗ് അറ്റ് ദ 3' end. 5' end, ഇത് 3' end. ടെയിലിംഗ് നടക്കുന്നത് 3' endലും ക്യാപ്പിംഗ് നടക്കുന്നത് 5' endലുമാണ്. ഇവിടെ ഗ്വാനിൻ റെസിഡ്യൂസ് ആണ് ആഡ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ അഡിനൈൻ റെസിഡ്യൂസ് ആഡ് ചെയ്യുന്നത്. എന്തിനാണ് ഈ ക്യാപ്പിങ്ങും ടെയിലിങ്ങിൻ്റെ ഫങ്ഷൻ? ജസ്റ്റ് ഇത് protect the DNA from protect the RNA from degradation during protein synthesis. അപ്പോൾ പ്രോട്ടീൻ സിന്തസിൻ്റെ ടൈമിൽ ഈ RNAക്ക് എന്തെങ്കിലും ഡിഗ്രഡേഷൻ സംഭവിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ക്യാപ്പിങ്ങും അതുപോലെ തന്നെ ടെയിലിങ്ങും നടക്കുന്നത്. അപ്പം ജസ്റ്റ് നിങ്ങൾ എന്താണ് ക്യാപ്പിംഗ് എന്ന് മനസ്സിലാക്കണം. അതായത് 5' end of the pre-mRNA is altered by the attachment of guanosine nucleotide. ഞാൻ പറഞ്ഞിട്ടുണ്ട് guanine nucleotide ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത് through triphosphate linkage. The guanosine nucleotide is quickly methylated at the 7th position to form 7-methyl guanosine. ജസ്റ്റ് നിങ്ങൾ ആ ക്യാപ്പിംഗ് എന്താണെന്നും അതുപോലെ തന്നെ ഏത് ന്യൂക്ലിയോടൈഡാണ് ആഡ് ചെയ്യുന്നതെന്നും ഓർത്ത് വെക്കുക. One of the important function of the cap is to protect the mRNA from degradation during protein synthesis.
It also stabilizes the mRNA and aids in the transport through the nuclear membrane. Next, polyadenylation of the 3' end. Polyadenylation എവിടെ നടക്കുന്നത്? In the 3' end. In this type, the 3' end of pre-mRNA is removed and a series of adenosine nucleotides are added. ഏത് ന്യൂക്ലിയോടൈഡാണ് ആഡ് ചെയ്യുന്നത്? 3' എൻഡിൽ adenine nucleotide. Therefore, the 3' end tail that contain many adenine is called polyadenine tail എന്ന് പറയും. അങ്ങനെ many adenine groups, adenine attaches to the 3' end, which is called polyadenine tail. It also provides the mRNA with stability and keep the tail from degrading. നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ രണ്ടിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ just to protect the mRNA from degradation. നെക്സ്റ്റ് വരുന്നത് സ്പ്ലൈസിംഗ് ആണ്. സ്പ്ലൈസിംഗ് ഓഫ് എക്സോൺസ്. അപ്പം നോട്ട് ഓൾ റീജിയൻസ് ഓഫ് പ്രീ mRNA മോളിക്യൂൾസ് കോഡ് ഫോർ പ്രോട്ടീൻ. പ്രീ mRNAയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സോൺസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ റീജിയൻസും പ്രോട്ടീൻസിനെ കോഡ് ചെയ്യില്ല. Those regions that code for proteins are called exons and that do not code are called introns. Before the pre-mRNA exists, SNRNPs protein will cut out the introns. അപ്പോൾ ഏത് പ്രോട്ടീനാണ് കട്ട് ചെയ്യുന്നത്? SNRNP protein will cut out the intron and splice the exons. ഇൻട്രോൺസിനെ റിമൂവ് ചെയ്തിട്ട് രണ്ട് എക്സോൺസിനെയും ജോയിൻ ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ മൂന്ന് പ്രോസസ്സാണ് നമ്മൾ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എക്സോൺസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഇൻട്രോൺസ് ഉണ്ട്. അപ്പം ഇവിടെ ഇൻട്രോൺസ് ഉണ്ടല്ലോ, ഈ ഇൻട്രോൺസിന് നമുക്ക് ആവശ്യമുള്ളത് ഡു നോട്ട് കോഡ് ഫോർ പ്രോട്ടീൻ. അപ്പോൾ ഇറ്റ് ഷുഡ് ബി റിമൂവ്, ഇറ്റ് മസ്റ്റ് ബി റിമൂവ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? എ ഗ്രൂപ്പ് ഓഫ് 5 SNRNPs or ribonucleoproteins are needed to bind to the intron. They will bind to the intron of pre-mRNA. എന്തുകൊണ്ട് ഇത് pre-mRNA എന്ന് പറയാൻ കാരണം ജസ്റ്റ് DNA ടെംപ്ലേറ്റിൽ നിന്ന് വന്ന RNA ആയതുകൊണ്ടാണ് ഇത് pre-mRNA എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് റിമൂവ് ഇറ്റ് ടു ലീവ് ഓൺലി ദ എക്സോൺസ്. അപ്പോൾ ഇതിനെ നമുക്ക് റിമൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ ദ SNRNPs എന്ത് ചെയ്യും? ഇവിടെ ബൈൻഡ് ചെയ്യും. ഇറ്റ് വിൽ ബൈൻഡ് ആൻഡ് cause it to fold to bring the 5' and 3' end of the intron closer together. ഇവിടെ 5' end ഇത് 3' end ഇത് close. We will bind in order to bring the this loop close together, and the ends of the exons also move closer together to eventually join together. Move closer to join together. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഈ രണ്ട് എക്സോൺസ് ഇവിടെ ജോയിൻ ചെയ്യും. The introns detaches and splice the sites connect to make the mature mRNA. അപ്പോൾ ഇതാണ് നമ്മുടെ mature mRNA എന്ന് പറയുന്നത്. The introns were previously thought to be junk afterwards, but most are used in other processes. അപ്പോൾ ഇൻട്രോൺസ് വേറെയും ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഇവിടെ thought to be junk afterwards, most are used in other processes. അപ്പം ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഈ നടക്കുന്ന പ്രോസസ്സും അതുപോലെ തന്നെ ഇവിടെ SNRNPസിൻ്റെ റോളും ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഡീപ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം കാറ്റഗറി 3 അടുത്ത ക്ലാസ്സാണ് നമ്മുടെ ട്രാൻസ്ലേഷൻ. അപ്പം കൂടുതൽ ക്ലാസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്, എല്ലാവരും ഫോളോ ചെയ്യുക. താങ്ക് യു.